കർണാടകത്തിലെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് അഥവാ KCET 2025 അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് അഥവാ KCET CET എന്ന് നമ്മൾ പറയും. 2025 അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇത് എന്തിനാണ് എന്നാണ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ ആദ്യം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനൊക്കെയാണ്? കർണാടകത്തിലെ MBBS BDS സീറ്റുകൾ, എഞ്ചിനീയറിംഗ് സീറ്റുകൾ, BSc നഴ്സിംഗ്, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ പോലെയുള്ള കുറേയധികം പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് കോഴ്സസ് ഇതിനൊക്കെ ആയിട്ടുള്ള രജിസ്ട്രേഷനാണ്. അപ്പോൾ അതിൽ എക്സാം എഴുതേണ്ടത് നിങ്ങൾ എഞ്ചിനീയറിംഗിനോ BSc നഴ്സിംഗിനോ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ പോലുള്ള പ്രോഗ്രാമുകൾക്കോ അവിടെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ CET എഴുതണം. എന്നാൽ MBBS BDS പോലുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ CET എഴുതണ്ട, പക്ഷെ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം നിങ്ങൾക്ക് അവിടെ ഇതിൽ ഏതെങ്കിലും സീറ്റ് വേണമെങ്കിൽ MBBS-നോ BDS-നോ ആണെങ്കിൽ നിങ്ങൾ CET എഴുതണ്ട, NEET എഴുതിയാൽ മതി, പക്ഷെ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി എങ്ങനെയുള്ള സീറ്റുകളാണ് കിട്ടുക? കർണാടകത്തിലെ പ്രൈവറ്റ് കോളേജുകളിലെ സീറ്റാണ് കിട്ടുക. ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജുകളായിക്കോട്ടെ, അല്ലെങ്കിൽ BSc നഴ്സിംഗ് കോളേജുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് കോളേജുകളായിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ പ്രൈവറ്റിലാണ് കിട്ടുക. അപ്പോൾ അത് ആരൊക്കെ അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ പ്രൈവറ്റിൽ കിട്ടിയാൽ ഇപ്പൊ ഏകദേശം ഒരു 8.5 ലക്ഷം തുടങ്ങി 12.5 ലക്ഷം വരെയൊക്കെയാണ് കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ MBBS-ന്റെ ഒക്കെ ഫീസ്. അപ്പൊ ആ ഫീസ് കൊടുത്ത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അപ്ലൈ ചെയ്യുക. ഇനി ഇപ്പൊ ഈ റോമൻ കാത്തലിക് വിഭാഗത്തിലൊക്കെ പെട്ട സെന്റ് ജോൺസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അവരും ഇത് ചെയ്യണം. അപ്പൊ സെന്റ് ജോൺസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും ചെയ്യണം. അതേപോലെ അവിടെ സെൽഫ് ഫിനാൻസിങ് കിട്ടിയാൽ പോവാമെന്ന് ആഗ്രഹമുള്ള കുട്ടികളും ചെയ്യണം. അപ്പൊ പ്രൈവറ്റ് കോളേജുകളിൽ നിങ്ങൾക്ക് കിട്ടും. അവിടുത്തെ ഗവൺമെന്റ്, അതായത് കർണാടകത്തിലെ MBBS BDS-ന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജുകളിലൊക്കെ ഗവൺമെന്റ് അല്ലെങ്കിൽ നോർമൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ ഗവൺമെന്റ് സീറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. അത് കിട്ടുന്ന ആർക്കാണ്? അവിടുത്തെ നേറ്റീവായ കുട്ടികൾക്കാണ് കിട്ടുക. അതിന് ചില എലിജിബിലിറ്റി ഉണ്ട്, അത് ഞാൻ പറയാം. അങ്ങനെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സാധാരണ കേരളത്തിൽ പഠിച്ച കേരളത്തിൽ സ്ഥിരതാമസമായ കുട്ടികൾക്കോ മറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവിടുത്തെ പ്രൈവറ്റ് കോളേജുകളെ കിട്ടുള്ളൂ, അവിടുത്തെ ഗവൺമെന്റ് സീറ്റ് കിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് സീറ്റ് പിന്നെ എങ്ങനെയാണ് കിട്ടുക? അത് മെഡിക്കൽ കൗൺസിലിംഗിന്റെ നിങ്ങൾ NEET എഴുതി ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ ഓരോ സംസ്ഥാനത്തെയും 15% സീറ്റുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അതിന് ഈ CET ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് അവിടുത്തെ ഗവൺമെന്റ് സീറ്റ് മാത്രം മതിയെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് പ്രൈവറ്റിൽ കിട്ടിയാൽ പോവുമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് കോളേജുകൾക്കാണ് സെന്റ് ജോൺസിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ സെന്റ് ജോൺസിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ കിട്ടിയാൽ പോകാൻ താല്പര്യമുള്ളവരെ രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഒരു കാറ്റഗറി കൂടി, ഈ ഗവൺമെന്റ് സീറ്റ് വേണ്ട കുട്ടികൾ. അപ്പൊ ഈ ഗവൺമെന്റ് സീറ്റിനുള്ള എലിജിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം 7 വർഷം അവിടെ പഠിച്ചിട്ടുണ്ടാവണം തുടർച്ചയായി. 12ാം ക്ലാസ് വരെ, 1 തുടങ്ങി 12ാം ക്ലാസ് വരെയുള്ള കാലയളവിൽ 7 വർഷം അവിടെ പഠിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൽ ആരെങ്കിലും ഒരാൾ കർണാടക നേറ്റീവ് ആയിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയോ മറ്റോ ആണെങ്കിൽ കർണാടകത്തിൽ തന്നെ കുറെ കാലങ്ങളായി ജോലി ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഡിഫൻസിന്റെ ഭാഗമായിട്ട് ഫോഴ്സിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അങ്ങനെ കുറെ എലിജിബിലിറ്റി ഉണ്ട്. അതിലേതെങ്കിലും നിങ്ങൾക്ക് ബാധകമാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊരു കാറ്റഗറി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മിനിമം 7 വർഷം, അതുപോലെ നേറ്റീവ് ആയിരിക്കുന്നവര്. ഇനി കാസർഗോഡ് താലൂക്കിലും ഹോസ്ദുർഗ് താലൂക്കിലും മഞ്ചേശ്വരം താലൂക്കിലും ഒക്കെ പെട്ട കുട്ടികളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കും ഇവിടുത്തെ ഗവൺമെന്റ് സീറ്റിന് അപ്ലൈ ചെയ്യാം. ഈ 3 താലൂക്കിൽ മാത്രം, കാസർഗോഡ്, ഹോസ്ദുർഗ്, മഞ്ചേശ്വരം താലൂക്കുകളിൽപ്പെട്ട കുട്ടികൾക്കും അവിടെ അപ്ലൈ ചെയ്യാം. അവർ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷനിലെ ക്ലോസ് കോഡ് ഏതാണ്? D എന്ന് പറയുന്ന കോഡാണ് ഉപയോഗിക്കേണ്ടത്. ക്ലോസ് D ആണ് നിങ്ങൾക്ക് ബാധകം. ഇനി ഇതൊന്നും ബാധകമല്ല, കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ പഠിച്ച് കേരളത്തിൽ വളർന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് Y എന്ന് പറയുന്ന കോഡാണ്. ഈ Y എന്ന് പറയുന്ന കോഡിന് ഇവിടെ ഒരു ഗവൺമെന്റ് സീറ്റും കിട്ടില്ല, പ്രൈവറ്റ് മാത്രമേ കിട്ടൂ. എന്നാൽ ഈ D എന്ന് പറയുന്ന കോഡുള്ള കുട്ടികളാണെങ്കിൽ, ഞാൻ അതിനെ മാത്രം ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം, ഈ D കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് സീറ്റും കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ആരൊക്കെ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ എന്തിനാണ് CET എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ സെഷനിൽ ഞാൻ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്തിനാണ് CET ചെയ്യുന്നത്, ആരൊക്കെ ചെയ്യണം. 2, അതിന്റെ രജിസ്ട്രേഷനുമായിട്ട്. ഇനി ഇത് പ്രകാരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾ കണ്ടാൽ മതി. രജിസ്ട്രേഷൻ നോക്കാം. രജിസ്ട്രേഷൻ എങ്ങനെയാണ്? cet.online.karnataka.gov.in എന്നുള്ള സൈറ്റ്, അല്ലെങ്കിൽ ka.kr.nic. എന്നുള്ള സൈറ്റ്. ഇതിലേതെങ്കിലും ഒരു സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ജനുവരി 23 തുടങ്ങി ഫെബ്രുവരി 18-ാം തീയതി വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. ഇത് നിങ്ങൾ ഫോണിൽ ചെയ്യാതിരിക്കുക. ഒരു രജിസ്ട്രേഷൻ നിങ്ങൾ ഫോണിൽ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഇനി നിങ്ങൾ വീട്ടിൽ ലാപ്പ് ഉണ്ടെങ്കിൽ പോലും ഒരു കഫേയിൽ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കർണാടക മുമ്പ് ചെയ്ത കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് ഫംഗ്ഷൻ ചെയ്യില്ല, അങ്ങനെ കുറേയധികം ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ബെറ്റർ നിങ്ങളൊരു കഫേയിൽ പോയി ചെയ്യുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ചെയ്ത് പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നും ചെയ്യാം. ബെറ്റർ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു സഹായം ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും നല്ലതൊരു കഫേയിൽ പോയി ചെയ്യുന്നതാണ്. അപ്പോൾ ആര് അപ്ലൈ ചെയ്യണം?
എന്ന് അപ്ലൈ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ അതിന്റെ എക്സാം ഡീറ്റെയിലേക്ക് വരുന്നു. CET എക്സാം എന്നൊക്കെയാണ്? 16, 17, അതായത് ഏപ്രിലാണ്. ഏപ്രിൽ 16, ഏപ്രിൽ 17, ഏപ്രിൽ 18 തീയതികളിലായിട്ടാണ് എക്സാം. ഓക്കെ, അതില് ഏപ്രിൽ 16 തീയതി രാവിലെ ഫിസിക്സ് ആണ്. അന്ന് ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രിയുടെ എക്സാം ഉണ്ടാവും. 17 തീയതി പിറ്റേ ദിവസം രാവിലെ മാത്സിന്റെ എക്സാം ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം ബയോളജി ഉണ്ടാവും. അപ്പൊ 16, 17 ദിവസങ്ങളിലായിട്ടാണ് ഈ 4 പേപ്പറിന്റെയും എക്സാം നടക്കുക. ഓരോ പേപ്പറിനും 60 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക ഒരു പേപ്പറിൽ. അതായത് ഫിസിക്സിന് 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും, കെമിസ്ട്രിക്ക് 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും, മാത്സിന് 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ 60 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഒരു ക്വസ്റ്റിന് 1 മാർക്കാണ്. അതായത് 60 മാർക്കാണ് ഒരു സബ്ജക്റ്റിന്റെ എക്സാം. ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇനി ഒരു പേപ്പറിന് ഈ 60 ക്വസ്റ്റിന്റെ ഒരു എക്സാമിന് നിങ്ങൾക്ക് 80 മിനിറ്റ് സമയം ഉണ്ടാവും എക്സാമിന്. ആ 80 മിനിറ്റിൽ ആദ്യത്തെ 10 മിനിറ്റ് നിങ്ങളുടെ OMR ഫിൽ ചെയ്യുക. OMRൽ CET ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ ബുക്ക്ലെറ്റ് കോഡ്, ഇതൊക്കെ ബബിൾ ചെയ്യാനുള്ള സമയം 10 മിനിറ്റ് ആണ്. OMR ഫില്ലിങ്ങിന് 70 മിനിറ്റ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ കിട്ടും. അപ്പൊ ചുരുക്കത്തിൽ എന്താണ്? നിങ്ങൾക്ക് ഫിസിക്സ് എഴുതാൻ 60 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ ഉണ്ടാവും. അത് എഴുതാൻ നിങ്ങൾക്ക് 70 മിനിറ്റ് സമയം കിട്ടും. 60 മാർക്കാണ് ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക്. കെമിസ്ട്രിക്കും അതേപോലെ ആഫ്റ്റർനൂൺ സെഷനിൽ 60 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓരോന്നിനും ഓരോ മാർക്കാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. 70 മിനിറ്റ് കിട്ടും. പിറ്റേ ദിവസം രാവിലെ മാത്സ് എക്സാം ഉണ്ടാവും. ആ മാത്സിന്റെ എക്സാമിനും 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 70 മിനിറ്റ് ഉണ്ടാവും, 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇതാണ് പാറ്റേൺ എല്ലാ സബ്ജക്റ്റിനും. ഓരോ സബ്ജക്റ്റിനും 60 ക്വസ്റ്റ്യൻ, ഓരോ മാർക്ക്, 80 മിനിറ്റിൽ 10 മിനിറ്റ് OMR ഫിൽ ചെയ്യാൻ, 70 മിനിറ്റ് എക്സാമിന്. റൈറ്റ്. ഇനി ഇത് പെൻ ആൻഡ് പേപ്പർ ആണ്. OMR ടൈപ്പ് ആണ്, പെൻ ആൻഡ് പേപ്പർ ആണ്. CBT കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. നിങ്ങൾക്ക് 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി. ഇനി ബോൾ പോയിന്റ് പെൻ ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത്. ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ, ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ കളർ ബോൾ പോയിന്റ് പെന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂ കളറോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. റൈറ്റ്. ഇനി 18 തീയതി ഒരു എക്സാമിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിരുന്നു. 18 തീയതി നിങ്ങൾക്ക് ഫോർനൂൺ രാവിലെയാണ് കന്നഡ ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. ഇത് എല്ലാവരും എഴുതണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ഫിനാൻസിങ് സീറ്റ് മാത്രം, അതായത് കർണാടകത്തിലെ ഒരു തരത്തിലുള്ള റിസർവേഷനും കിട്ടാൻ സാധ്യതയില്ലാത്ത കുട്ടികൾ ഇത് എഴുതേണ്ടതില്ല. ഇത് ആരാണ് എഴുതേണ്ടത്? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, വേണമെങ്കിൽ ഇപ്പോ നമ്മൾ കാസർഗോഡ് താലൂക്കിൽപ്പെട്ടവർ, മഞ്ചേശ്വരം താലൂക്കിൽപ്പെട്ടവർ, ഹോസ്ദുർഗ് താലൂക്കിൽപ്പെട്ടവർ, അങ്ങനെ കുറെ പേരുടെ ഡീറ്റെയിൽ പറഞ്ഞിരുന്നു. അവർക്ക് അവിടെ ഗവൺമെന്റ് സീറ്റിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ 3 താലൂക്കിൽപ്പെട്ടവർ മാത്രം ഈ കർണാടക അല്ലെങ്കിൽ കന്നഡ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്താൽ മതി. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിനിമം 7 വർഷം പഠിച്ചിട്ടുണ്ടോ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ എലിജിബിലിറ്റി ഫോളോ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അവിടുത്തെ ഗവൺമെന്റ് സീറ്റ് അറിയിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് കന്നഡ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾക്ക് അതിന് ഈ എലിജിബിലിറ്റിയിൽ ഒന്നും വരില്ലെങ്കിൽ നിങ്ങൾ ഈ ടെസ്റ്റ് എഴുതിയിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് അവിടെ കിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, റെഡി. ഇനി അപ്പൊ ഈ പറഞ്ഞ കാറ്റഗറിയിൽ, നമ്മൾ പറഞ്ഞ എലിജിബിലിറ്റി കാറ്റഗറിയിൽ വരുന്നവർ മാത്രം ഇതിനു വേണ്ടി എഴുതിയാൽ മതി. റൈറ്റ്. നിങ്ങൾ ആ ക്ലോസ് കൊടുക്കുമ്പോൾ തന്നെ, നമ്മൾ D അല്ലെങ്കിൽ Y എന്നുള്ള ക്ലോസ് കൊടുക്കുമ്പോൾ തന്നെ ഇതിന്റെ കാര്യം തീരുമാനമാവും. റൈറ്റ്. ഇനി ഇതിന് 50 ക്വസ്റ്റൻ ആണ്. കന്നഡ ലാംഗ്വേജ് ടെസ്റ്റിന് നിങ്ങൾക്ക് 50 ക്വസ്റ്റൻ ഉണ്ടാവും. അത് 4ാം ക്ലാസ് ലെവലുള്ള ക്വസ്റ്റൻ ആയിരിക്കും. അതില് പാസ് മാർക്ക് നിർബന്ധമാണ്. 12 മാർക്ക് മിനിമം വാങ്ങിയിരിക്കണം. എങ്കിൽ മാത്രമാണ് കന്നഡ ലാംഗ്വേജ് ടെസ്റ്റ് പാസ് ആവുക, നിങ്ങൾക്ക് അവിടെ ഗവൺമെന്റ് സീറ്റിന് എലിജിബിലിറ്റി ഉണ്ടാവുക. ആരാ? ഈ 3 താലൂക്കിൽപ്പെട്ടവർക്ക് മാത്രം. ബാക്കിയുള്ളവർ ഇത് എഴുതണ്ട. റൈറ്റ്. ഇനി നിങ്ങൾ ഏതൊക്കെ എക്സാം എഴുതേണ്ടി വരും നോക്കുക. നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് എഴുതേണ്ടത്. നിങ്ങൾ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ പോലുള്ള കോഴ്സ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയാണ്. നിങ്ങൾ നഴ്സിംഗിനാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എഴുതിയാൽ മതി. ഇത് 3 മാത്രം. അപ്പൊ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എഴുതിയാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിനും റാങ്ക് ലിസ്റ്റിൽ വരാം എന്ന് ചുരുക്കം. റൈറ്റ്. ഇത് 3 ചേർത്തിട്ട് ഇത് എഴുതിയാലും മതി. ഇനി MBBS BDS ആണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു നീറ്റ് ആണ്, എഴുതേണ്ടതില്ല, എക്സാം എഴുതേണ്ട, CET രജിസ്റ്റർ ചെയ്യണം. ഇനി ആർക്കിടെക്ചർ കോഴ്സ് ആണെങ്കിൽ നാറ്റ ക്വാളിഫൈ ചെയ്താൽ മതി, നിങ്ങൾ CET എഴുതണ്ട, പക്ഷെ CET രജിസ്റ്റർ ചെയ്യണം. ഈ 2 കൂട്ടരും CETയുടെ എക്സാം എഴുതേണ്ടതില്ല, പക്ഷെ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ എല്ലാം കർണാടകത്തിൽ പഠിക്കണോ? CET രജിസ്റ്റർ ചെയ്യണം. ഇനി അതല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴി വരാം. അത് മാത്രമാണ് വഴി. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ എക്സാമിന് ഡീറ്റെയിൽ പറഞ്ഞു. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിന് കൂടി ഒരു ഔട്ട്ലൈൻ പറയാം. ഇനി നമ്മളതിന്റെ ഹൗ ടു അപ്ലൈ, ലാസ്റ്റ് സെഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ലോഗോൺ ടു നേരത്തെ പറഞ്ഞ സൈറ്റ് cetonline.karnataka.gov.in ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അപ്പൊ അതിൽ നിങ്ങൾക്ക് UG CET 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ടാവും, പ്രൊസീഡ് ടു രജിസ്ട്രേഷൻ ഫോർ ന്യൂ യൂസർ. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണ്, അപ്പൊ ന്യൂ യൂസർ. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോഗ്രാഫും മറ്റും അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പറും യൂസർ ID യും നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ വരും.
പിന്നീട് എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു ലോഗിൻ. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആയി. അപ്പൊ അടുത്തത് വീണ്ടും നിങ്ങൾ ഇത് കഴിയുമ്പോൾ പ്രൊസീഡ് ടു ലോഗിൻ ഫോർ രജിസ്റ്റേർഡ് യൂസർ. ഓൾറെഡി നിങ്ങൾ രജിസ്റ്റേർഡ് യൂസർ ആയി, നിങ്ങൾക്ക് യൂസർ ID കിട്ടി. അപ്പൊ നിങ്ങൾ വീണ്ടും പ്രൊസീഡ് ടു ലോഗിൻ ഫോർ രജിസ്റ്റേർഡ് യൂസേഴ്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ, അപ്പൊ നിങ്ങൾ ആ ഇതിൽ ആപ്ലിക്കേഷൻ നമ്പറും യൂസർ IDയും പാസ്വേഡും ഒക്കെ കൊടുത്ത് എൻ്റർ ചെയ്തു. എന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ എന്ത് ചെയ്യണം, നിങ്ങളുടെ ജനറൽ ഡീറ്റെയിൽസ് ഫുള്ള്, എലിജിബിലിറ്റി, റിസർവേഷൻ ഡീറ്റെയിൽസ്, കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് വേണ്ട എല്ലാ അവരാവശ്യപ്പെടുന്ന എല്ലാ കോളവും 1 by 1 ഫില്ല് ചെയ്ത് വരിക. അത്രയും ഫില്ല് ചെയ്തതിന് ശേഷം വെരിഫൈ എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. ആ വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആ ആപ്ലിക്കേഷൻ കാണാം. അതിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അതൊക്കെ വരുത്തുക. എല്ലാം ക്ലിയർ ആണ്, ഒന്നും പ്രശ്നമില്ല എന്ന് കാണുമ്പോൾ പ്രൊസീഡ് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നേരെ പേയ്മെന്റ് വിൻഡോയിലേക്ക് വരും. പേയ്മെന്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫൈനൽ സബ്മിഷൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് എടുക്കണം, നിർബന്ധമാണ്. ആ പ്രിന്റ് ഔട്ട് എടുക്കുക. അതോടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് സാധാരണഗതിയിൽ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ വേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവണം, ഫോട്ടോഗ്രാഫ് കയ്യിലുണ്ടാവണം, സിഗ്നേച്ചർ കയ്യിലുണ്ടാവണം. അത് ഈ ഫോട്ടോഗ്രാഫിന്റെയും സിഗ്നേച്ചറിന്റെയും JPG ഫോർമാറ്റിലുള്ള സ്കാൻഡ് ഇമേജ് ആയിരിക്കണം. പിന്നെ റിസർവേഷൻ മറ്റുമുണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റുകൾ കൂടി കയ്യിൽ കരുതുക. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് CET രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനൊരു 3 സെഷനായിട്ട്, ആദ്യം ഞാൻ എന്തിനാണ് ആർക്കാണ് CET ആവശ്യം വരിക എന്നുള്ളത് പറഞ്ഞു. രണ്ടാമത്തേത് അതിന്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തേത് അതിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ മറ്റെന്തെങ്കിലും അപ്ഡേറ്റുകൾ വീണ്ടും വരികയാണെങ്കിൽ ഞാൻ അതിന്റെ അപ്ഡേറ്റ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ നമ്പറിൽ തന്നെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. ബാക്കി ഡീറ്റെയിൽ ത്രൂ വാട്സപ്പ് എത്തിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.